തന്റെ ജയത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാ സംഘടനകളുടെയും സഹായമുണ്ടെന്ന് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ തന്റെ വിജയം പ്രതീക്ഷിച്ചതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും നിലമ്പൂർകാർ എഴുതിയ വിധിയാണിതെന്നും കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരായ പ്രതികരണം കൂടിയായിരുന്നു ഇതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയ്ക്ക് വിട നൽകി ജന്മനാട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ എത്തിച്ച മൃതദേഹം രഞ്ജിതയുടെ ജന്മനാടായ പുല്ലാട്ടേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 2:30 വരെ ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും PV അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവറിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ ചെയ്തത്. കോൺഗ്രസ് MP ശശി തരൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകിയില്ല. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദൻ മെഡിക്കൽ ICUവിൽ തുടരുന്നു. ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നുവെന്ന് ആശുപത്രി അധികൃതരും ബന്ധുക്കളും അറിയിച്ചു. നിലവിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ വാർഷിക പരിപാടിയിൽ ക്ഷണിക്കാത്തതിൽ പരോക്ഷ വിമർശനവുമായി മുതിർന്ന CPIM നേതാവ് G സുധാകരൻ. നേരിട്ട് അറിവില്ലാത്തവർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു. ചരിത്രം പഠിക്കാതെയാണ് പലരും പറയുന്നതെന്നും എല്ലാം ഓർക്കുന്നതാണ് മാനവ സംസ്കാരമെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂർ കയലോട് സദാചാര വിചാരണയിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ പിടിയിലാകാനുള്ള 2 പ്രതികൾ വിദേശത്തേക്ക് കടന്നെന്ന് പോലീസ്. കേസിലെ 4ാം പ്രതി സുനീർ, 5ാം പ്രതി സക്കറിയ എന്നിവരാണ് രാജ്യം വിട്ടത്. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം അർഹമായ വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധമുണ്ടാക്കുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഇന്ത്യ പാകിസ്ഥാന് അർഹമായ വെള്ളം നിഷേധിക്കുന്നത് തുടരുകയാണെങ്കിൽ പാകിസ്ഥാന് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. ശ്രീനാരായണ ഗുരു വചനങ്ങൾ ലോകത്തിന് വഴികാട്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗുരുദേവനിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. 100 വർഷം മുൻപുള്ള ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സംഗമം ഇന്നും പ്രസക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ അംഗീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്ന് നെതന്യാഹു അറിയിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ട് പുറത്തുവന്നു.